ശേഷമുള്ള ഒരു ജീവിതത്തിൽ രക്ഷപ്പെടുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. എല്ലാ മനുഷ്യരും മരണത്തെ ആസ്വദിക്കുമെന്ന് ഖുർആൻ അർത്ഥശങ്കയ്ക്ക് ഇടമില്ലാത്ത വിധം ഖുർആനിലെ പല വചനങ്ങളിലും വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതി ലം തുമുത് ഫീ മനാമിഹാ. ഖുർആനിലെ 39-ാം അധ്യായം 42-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുകയാണ്, അല്ലാഹു മരണം വിധിച്ച ഏതൊരു വ്യക്തിയെയും അവനെ മരണമാസന്നമായ ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആത്മാവിനെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നു എന്നാണ് അല്ലാഹു പറയുന്നത്. വല്ലത്തി ലം തുമൂത് ഫീ മനാമിഹാ, അവര് ഉറങ്ങുന്ന സമയത്ത് ഉറക്കിന്റെ സന്ദർഭങ്ങളിലും അല്ലാഹു അവരുടെ ആത്മാവിനെ വീണ്ടെടുക്കുന്നു എന്ന് പറയുകയാണ്. ഏത് നിമിഷവും സംഭവിക്കാവുന്ന ഒരു മരണം അത് മുസ്ലിങ്ങൾ എല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ മരണം വരുമ്പോൾ സമ്പൂർണമായ മുസ്ലിമായി മരിക്കണമെന്ന് ഗൗരവമായി ചിന്തിക്കുന്നവർ വളരെ കുറവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാനിലെ 102-ാമത്തെ വചനമാണ്. സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അത് നിങ്ങൾക്ക് തോന്നിയതുപോലെയല്ല. സൂക്ഷിക്കേണ്ട മുറ എന്താണോ അത് പ്രകാരം നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എങ്ങനെ അല്ലാഹുവിനെ സൂക്ഷിക്കാനാണോ പ്രമാണങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടത്, അങ്ങനെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞാൽ മുസ്ലിം കുടുംബത്തിൽ ഒരു മെമ്പറായിട്ടല്ലാതെ മരിക്കരുത് എന്നാണോ അല്ലാഹു പറഞ്ഞത്? കള്ളു കുടിക്കുന്ന മുസ്ലിം, ശിർക്ക് ചെയ്യുന്ന മുസ്ലിം, വ്യഭിചരിക്കുന്ന മുസ്ലിം, പലിശ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന മുസ്ലിം, ആളുകളെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന മുസ്ലിം, ഇങ്ങനെയൊക്കെയായി മുസ്ലിം കുടുംബത്തിലെ മെമ്പറായിട്ട് മരിച്ചാൽ മതി എന്നാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്? അല്ല. മറിച്ചൊരു മുസ്ലിം എന്ന നിലയിൽ പടച്ച തമ്പുരാന് കീയൊതുങ്ങിയവനായി അല്ലാഹു അവതരിപ്പിച്ച പ്രമാണങ്ങളെ അവലംബിക്കുന്നവരായിട്ട് ജീവിച്ചു മരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയും. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. മരിക്കുന്ന ഏതൊരു നിമിഷം എപ്പം നിങ്ങളെ മലക്കുൽ മൗത്ത് വന്ന് സമീപിച്ചാലും അപ്പോഴെല്ലാം നിങ്ങൾ മുസ്ലിങ്ങളാകണം എന്നാ പറയുന്നു. അപ്പോഴൊക്കെ നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത് എന്നാ പറയുന്നു. ഏത് നിമിഷം മരിച്ചാലും ഒരു മുസ്ലിമിന്റെ ഗുണത്തോടുകൂടി മരിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന 12-ാം അധ്യായം സൂറത്ത് യൂസുഫിൽ 101-ാമത്തെ വചനമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽഖി വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസി ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ. പടച്ചോനെ, നീ എനിക്ക് രാജാധികാരത്തിൽ നിന്ന് നൽകി സ്വപ്നവ്യാഖ്യാനമെന്ന മഹത്തായ അനുഗ്രഹത്തെയും നീ എനിക്ക് നൽകി. അല്ലാഹുവേ, ആകാശഭൂമികളുടെ തമ്പുരാൻ നീയാണ്. അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ. ഈ ദുനിയാവിൽ നീയാണ് എന്റെ രക്ഷാധികാരി, ആഖിറത്തിലും നീയാണ് എന്റെ രക്ഷാധികാരി. ഇരു ലോകങ്ങളിലും എന്റെ രക്ഷാധികാരി നീയാണ്. അതുകൊണ്ട് എനിക്ക് അല്ലാഹുവേ നിന്നോട് പറയാനുള്ള കാര്യം ഇതാണ്,
തവഫനി മുസ്ലിമൻ വഅൽഹിഖനി ബിസ്വാലിഹീൻ, നീ എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണം, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുകയും വേണം. സഹോദരങ്ങളെ, ഇത് നമ്മളുടെ എല്ലാം ആഗ്രഹമാണ്. പക്ഷേ മുസ്ലിമായി മരിക്കണമെങ്കിൽ, മുസ്ലിമായി ജീവിക്കണമല്ലോ. മുസ്ലിമായി ജീവിക്കണമെങ്കിൽ അള്ളാഹ് അവതരിപ്പിച്ച പ്രമാണങ്ങളെ അവലംബിക്കണമല്ലോ. ഇവിടെ ഒരു കാര്യം, തർക്കമില്ലാത്ത ഒരു കാര്യം, അള്ളാഹു അവതരിപ്പിച്ച ഖുർആനാണ് മുസ്ലിങ്ങളുടെ ഒന്നാമത്തെ പ്രമാണം. അതെല്ലാവരും ഇന്ന് ഫലത്തിൽ അംഗീകരിക്കുന്നുണ്ട്. വാക്കുകളിലും എഴുത്തുകളിലുമൊക്കെ, ജീവിതത്തിൽ ഇല്ലെങ്കിൽ പോലും എല്ലാ മുസ്ലിം സംഘടനകളും പ്രമാണം ഒന്നാമത്തത് ഖുർആനാണ്. രണ്ടാമത്തതാകട്ടെ അതിന്റെ വിശദീകരണമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളാകുന്നു എന്നും അംഗീകരിക്കാത്ത, വാദിക്കാത്ത, പറയാത്ത ആളുകളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ജീവിതത്തിലുടനീളം അതിനെ നിഷേധിക്കുന്ന ഒരു പ്രവണത മുസ്ലിം സമുദായത്തിൽ വർദ്ധിതമായ തോതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മരവട്ടം ജംഗ്ഷനിൽ എന്റെ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ ആളുകളും ഏത് പ്രസ്ഥാനത്തിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങൾ ഈ പ്രസംഗം ഒന്ന് ടോട്ടലി ശ്രദ്ധിക്കണം. വളരെ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കത് ഉപകാരപ്പെടും. ജീവിതത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് നിങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകളൊക്കെ തിരുത്തപ്പെടും ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപജയങ്ങളുടെ കാരണങ്ങളിലേക്കും ഇത് വെളിച്ചം വീശും. കാരണം ഞാൻ എന്റെ വകയായി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് നിങ്ങളുടെ മുമ്പാകെ ആർക്കും ബോധ്യപ്പെടുന്ന തെളിവുകൾ വളരെ ലളിതമായ ഉദാഹരണങ്ങളിലൂടെ, ചരിത്ര സംഭവങ്ങളിലൂടെ, കഥകളിലൂടെ എല്ലാം നിങ്ങൾക്ക് വിശദീകരിച്ച് പഠിപ്പിച്ചു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും അറിയേണ്ട ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുമ്പോ ഹജ്ജ് ചെയ്തിട്ടാണല്ലോ റസൂലുള്ളാഹ് ഈ ലോകത്തോട് വിട പറഞ്ഞു. എല്ലാവർക്കും അറിയാം, ഹജ്ജത്തുൽ വിദാ ചരിത്ര പ്രസിദ്ധമായിരുന്നു എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് പറഞ്ഞ വളരെ കാതലായ ഒരു കാര്യം അതെന്താണെന്നറിയോ? ഇത് ഞാൻ നിങ്ങളിൽ രണ്ട് പ്രമാണങ്ങൾ വിട്ടേച്ചു പോവുകയാണ്. തറക്തു ഫീക്കും അംറൈനി ലം തുളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത്തു റസൂലിഹി. രണ്ട് കാര്യം അത് ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോവുകയാണ്. ആ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾ മുജാഹിദുകളെ പരിഹസിക്കാറുണ്ട്. അങ്ങനെ കയ്യിൽ മുറുക്കി പിടിച്ചാ പോരെ, തുറന്നു നോക്കണം. മുറുകെ പിടിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വാക്കാണ്. അതിന്റെ അർത്ഥം കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിക്കണമെന്നല്ല, മറിച്ച് അതിൽ ഉള്ള ആശയത്തിനനുസരിച്ച് അണുകിട വ്യതിചലിക്കാതെ ജീവിക്കണമെന്നാണ് ആ പറഞ്ഞതിനർത്ഥം. റസൂലുള്ള പറയുന്നത് എന്താണ്? ഖുർആനും സുന്നത്തും ഞാൻ നിങ്ങൾ വിട്ടേച്ചു പോവുകയാണ്. ഇന്ന് മുസൽമാന്റെ ഒരു അവസ്ഥ നോക്ക്. തറക്തു ഫീക്കും ഷഹറൈനി, രണ്ട് മുടി ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു, അതിന്റെ പിന്നാലെ ജീവിതം തൊലിച്ചോളി എന്ന് റസൂലുള്ള പറഞ്ഞ പോലെയാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിലെ ആളുകളുടെ കാട്ടിക്കൂട്ടൽ കണ്ടാല് നമുക്ക് മനസ്സിലാവുക. എന്നാൽ തറക്തു ഫീക്കും അംറൈനി, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോവുകയാണ്. ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ എന്താവൂല? നിങ്ങൾ പിഴച്ചു പോവില്ല, വഴിതെറ്റൂല, ആർക്കും നിങ്ങളെ പിഴപ്പിക്കാനും കഴിയില്ല. ഈ ഒരു പോയിന്റ് ഞങ്ങൾ അംഗീകരിക്കുന്നു, വളരെ കൃത്യമായി അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, അത് കണിശമായി പാലിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതോടൊപ്പം ജനങ്ങളോട് ഞങ്ങൾ പറയുന്നതും അത് തന്നെയാണ്. ഏതൊരു വിഷയവും ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഉഖാലയിൽ, ദുൽമജാസിൽ, മജന്നായിൽ, അതായത് റസൂലുള്ളാഹി ജീവിച്ച മക്കയിലെ ഉത്സവ ചന്തകളാണ് ഇതൊക്കെ. നമ്മൾ പല ഉത്സവങ്ങൾ ഉണ്ടാവുമല്ലോ കേരളത്തിൽ. അതുപോലെ മക്കയിലെ ക്ഷേത്രപൂജാരികൾ, അവിടെ ഉണ്ടായിരുന്ന ആരാധന നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ, അവരുടെ ക്ഷേത്ര ഉത്സവമാണ്. ഈ പ്രദേശങ്ങളൊക്കെ ഉത്സവം നടക്കുന്ന പ്രദേശങ്ങളാണ്. മജന്ന, ഉഖാല, ദുൽമജാസ്, ഇതൊക്കെ സൗദി അറേബ്യയിലുള്ള പ്രത്യേകമായ ഉത്സവ കേന്ദ്രങ്ങളായിരുന്നു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലും. എന്നിട്ട് ഒറ്റ മുസ്ലിങ്ങളില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അമുസ്ലിങ്ങളോടാണ് ദഅവത്ത്, ബിംബാരാധകരോടാണ് ദഅവത്ത്, അമ്പിയാക്കളെ ആരാധിക്കുന്നവരോടാണ് ദഅവത്ത്, ഔലിയാക്കളെ ആരാധിക്കുന്നവരോടാണ് ദഅവത്ത്. അതാ അവിടെ നടന്നിരുന്ന അതാണ്. ആ നാട്ടിലെ മഹാന്മാര് മരിച്ചാല് അവരുടെ ഖബറ് കെട്ടിയേർത്തി അവരവരെ ആരാധിച്ചിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ്
നമ്മുടെ ജീവിതത്തിൽ അപാകതയുണ്ടോ? നമ്മൾ ഓരോരുത്തരും, സുന്നിയായാലും മുജാഹിദായാലും എല്ലാവരും എന്ത് മനസ്സിലാക്കണോ? ശരിക്കുള്ള ദീനനുസരിച്ചാലേ എനിക്ക് രക്ഷയുള്ളൂ എന്നുള്ളൊരു പോയിന്റ് അടിയുറച്ചു വിശ്വസിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഈ ദുനിയാവിലെ വാശി ഇവിടെ ഉണ്ടാവും. അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പം ജയവും പരാജയവും സന്തോഷവും ദുഃഖവും ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ടാവും. പക്ഷെ അള്ളാന്റെ കോടതി പടച്ചോൻ കണിശമായി വിചാരണ ചെയ്യുന്ന കോടതിയാണ്. അവിടെ ആർക്കും രക്ഷയില്ല. ഇബ്രാഹിം നബി നോക്കി നിൽക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ ബാപ്പ നരകത്തിലേക്ക് എറിയപ്പെടുക. സഹീഹുൽ ബുഖാരിയിൽ ആ സംഭവം തന്നെ കണ്ണ് കാണുന്നത് പോലെ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണില് കാണുന്നത് പോലെ അതൊക്കെ അവിടെ വരാൻ പോവുകയാണ്. നൂഹ് നബിയുടെ ഭാര്യ, നൂഹ് നബിയുടെ മകൻ, ലൂത്ത് നബിയുടെ ഭാര്യ, അതുപോലെ പലരും ഫിറൗനെ നരകത്തിലേക്ക്, ഫിറൗനിന്റെ കൂടെ ശരീരം പങ്കുവെച്ച് ജീവിച്ച് രാജകൊട്ടാരത്തിലെ പ്രഥമ വനിതയായ ആസിയ ബീവി സ്വർഗത്തിലേക്ക്. ഇങ്ങനെ എന്തെന്ത് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ആ പരലോകത്ത് നടക്കാനിരിക്കുന്നത്. വലക്കദ് ജീതുമൂന ഫുറാദ കമാ ഖലഖനാകും അവ്വല മറ. നിങ്ങളെ ഉമ്മ നിങ്ങളെ പ്രസവിച്ചില്ലേ? ഹോസ്പിറ്റൽ വരാന്തയിൽ, വീട്ടിൽ, ഹോസ്പിറ്റലുകളൊക്കെ നിങ്ങൾ പ്രസവിച്ചല്ലോ. ഒന്നുമില്ലാത്തവരായിട്ട്, ചേലാകർമ്മം ചെയ്യാത്തവരായിട്ട്, വസ്ത്രം ധരിക്കാത്തവരായിട്ട്, ചെരുപ്പ് ധരിക്കാത്തവരായിട്ട്, അങ്ങനെ അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും. അല്ലാഹു പറയാണ് 19-ാം അധ്യായം 71-ാമത്തെ വചനം. എല്ലാവരും ആലോചിക്കേണ്ട പോയിന്റാണ്. അവിടെ വരും, നിങ്ങളിൽ എല്ലാവരും അവിടെ വരും. ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് നിങ്ങളിൽ ഒരാളും തന്നെയില്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പൊ ഒറ്റയ്ക്ക് റബ്ബിന്റെ കോടതിയിൽ ആരുമില്ലാതെ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഹിം മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി. ബാപ്പ മകനിൽ നിന്ന് ഓടുകയാണ്, മകൻ ബാപ്പയിൽ നിന്ന് ഓടുകയാണ്. കള്ളം പറയാത്ത നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ നമുക്ക് ഓതി പഠിപ്പിച്ചു തരികയാണ്. ബാപ്പ മകനെ നോക്കൂല, മകൻ ബാപ്പാനെ നോക്കൂല. ഹോസ്പിറ്റലിൽ ബാപ്പാക്ക് വേണ്ടി മാസങ്ങളോളം എല്ലാ ക്ഷീണവും സഹിച്ച് കാത്തുനിന്ന മകൻ മത്സരയിൽ ബാപ്പാക്ക് കാവലുണ്ടാവൂല. മകന് വേണ്ടി എത്രയോ അധ്വാനിച്ച പിതാവ് മത്സരയിൽ ഉണ്ടാവില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഹിം മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി. അന്ന് അവർക്ക് തന്നെ ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. അവര് തന്നെ ബേജാറില്ല. ഖബർ ഇളക്കി മറിക്കപ്പെട്ട് എല്ലാവരും അല്ലാഹുവിലേക്ക്, ഒരു നാട്ടക്കുറിയിലേക്ക് ഓടുന്ന പോലെ ഓടുകയാണ്. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ഞങ്ങൾ ഉറങ്ങുകയായിരുന്നല്ലോ, ആരാ ഞങ്ങളിപ്പോ വിളിച്ചുണർത്തിയത് എന്ന് പറഞ്ഞ് ഖബറിൽ നിന്ന് ആളുകൾ ഓടുകയാണ്. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഞങ്ങൾ ഉറങ്ങുകയായിരുന്നല്ലോ, ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ഇതാണല്ലോ അല്ലാഹുവിന്റെ പ്രവാചകന്മാർ പറഞ്ഞ ആ സത്യവാഗ്ദാനം. ഇതാണല്ലോ മരിച്ച വീട്ടിലോതുന്ന സൂറത്ത് യാസീൻ 36-ാം അധ്യായം 52-ാമത്തെ വചന. വല്ലാഹു അംബതകും മിനൽ അർളി നബാതാ. ഈ ഭൂമിയിൽ നിന്ന് അല്ല നിങ്ങളെ ഒരു മുളപ്പിച്ചില്ലയോ? അതേ, വല്ലാഹു അംബതകും മിനൽ അർളി നബാതാ സുമ്മ യുഗീദുകും ഫീഹാ വയുഖ്രിജുകും മിഖ്റാജാ. പിന്നെ ആ മണ്ണിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുന്നതാണ്, അവിടെ നിന്ന് നിങ്ങൾ ഉയർച്ചെഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ്. ബൽദതൻ മൈതൻ കദാലികൽ ഖുറൂജ്. 71-ാം അധ്യായത്തിലെ 14-15 വാചകം, അതുപോലെ തന്നെ സൂറത്ത് ഖാഫിലെ വചനം. എല്ലാവരും അവിടെ വരും. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചോ, ഈക്കയും മേപ്പിയും ഏത് സുന്നിയാവട്ടെ, സമസ്ത ഏതും ആവട്ടെ, മുജാഹിദ് ഏതും ആവട്ടെ, എല്ലാവരുടെയും അടിസ്ഥാന ലക്ഷ്യം എന്താണ്? ഫമൻ സുഹ്സിയ അനിന്നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. ആര് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ആര് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തുവോ അതാണ് വിജയം. ശരിക്കതാ വിജയം. ദുനിയാവിലെ എന്ത് പത്രാസ് കാണിച്ചിട്ടെന്താ, ഏത് GMC ഇറക്കിയിട്ടെന്താ? 6 അടി മണ്ണ് കൊണ്ടക്കാണല്ലേ തടി, വെള്ളക്കുപ്പായും തലപ്പാവും ഒക്കെ അയപ്പിച്ച GMCയുടെ മണ്ണിലടക്കുക അല്ലല്ലോ. ഈ 6 അടി മണ്ണ് കൊണ്ടുപോയി വെക്കൂലേതൊക്കെ 40 ഇന്നോവയുടെ സാന്നിധ്യം ഉണ്ടാവോ? അകമ്പടി ഉണ്ടാവോ? അല്ലെ 45 സ്വിഫ്റ്റിന്റെ അകമ്പടി ഉണ്ടാവോ? 2 വീലറിന്റെ അകമ്പടി ഉണ്ടാവോ? ആരവുണ്ടാവോ? തക്ബീർ തന്നെ ഉണ്ടാവോ? എല്ലാരും ഈ മണ്ണ് കൊണ്ടുവെക്കൂലേ? ആ ഒരു ബോധം ഉണ്ടാവണം. അഭിനവ കാറൂന്മാർക്കൊക്കെ ആ ഒരു ബോധം എപ്പോഴും നല്ലതാണ്. ദുനിയാവാണ് എല്ലെന്ന് ധാരണ.
ദുനിയാവിലെ കയ്യടി, ദുനിയാവിലെ തക്ബീർ, ദുനിയാവിലെ സ്ഥാനം, ദുനിയാവിലെ ബഹളം, ദുനിയാവിലെ ഒക്കെ എല്ലാരും എന്താ വിചാരിക്കുക? ശരിക്കും ദുനിയാവ് എന്താ? മാലി വലി ദുനിയായ ഉമർ. റസൂലുള്ളാഹി പറയാൻ, ഉമറേ എനിക്ക് ഈ ദുനിയാവ് എന്താവെന്തോ. ഉസ്താദേ കേരള യാത്രയ്ക്ക് നമുക്ക് GMC കൊണ്ടുവരി, എല്ലാ സൗഭാഗ്യം ഞാൻ ദുനിയാവിനെ ആസ്വദിക്കും, കൊണ്ടുവരി, എല്ലാ സൗഭാഗ്യം എനിക്ക് ദുനിയാവിലുള്ളതാണ്. അപ്പൊ കൊണ്ടുവരി. ദുനിയാവ് നേരെ മറിച്ച് ആഖിറത്ത് പ്രാധാന്യം കൽപ്പിക്കുന്നവരെങ്ങനെ? റസൂലുള്ളാഹിനോട് ചോദിച്ചല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് റസൂലുള്ളാഹിന്റെ പുറത്ത് ഈത്തപ്പനത്തടുക്കിന്റെ ചാല് വീണപ്പോ റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബി കിസ്ര കൈസർ ചക്രവർത്തിമാർ സുഖലോലുപതയിൽ കഴിയുമ്പോ റസൂലേ ഞങ്ങൾ നല്ലൊരു കിടക്കുണ്ടാക്കി തരട്ടെ. ആ സമയത്ത് റസൂലുള്ളാഹി ചോദിച്ചൊരു ചോദ്യമുണ്ട്, മാലി വലി ദുനിയായ ഉമർ. ഉമർ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണ് പറയേ? ഇതല്ലാത്ത മറ്റൊരു ലോകം എന്ന്. ആ ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. എനിക്കുണ്ടാവണം, നിങ്ങൾക്കുണ്ടാവണം, നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവണം. പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയ ഓരോ കാര്യങ്ങളിലും ഞാൻ എന്റെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടവനാണ്, എന്റെ റബ്ബ് എന്നെ വിചാരണ ചെയ്യും, എന്റെ വിശ്വാസത്തിൽ അപാകത വന്നാൽ തീർച്ചയായും ഞാൻ പടച്ചോന്റെ അടുത്ത് മറുപടി പറയേണ്ടി വരും. ഞാൻ മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക, എന്റെ കൂടെ കൂടാൻ ആരുണ്ടാവില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസത്തെ നിങ്ങൾ ശരിക്കും ഭയപ്പെടണം, അന്ന് നിങ്ങളെ കർമ്മങ്ങളൊക്കെ അവിടെ വിചാരണ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പൊ ഇത് എല്ലാവർക്കും നല്ലൊരു ഓർമ്മ ഉണ്ടാകല് നല്ലതാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയുന്ന ഓരോ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ വളരെ വ്യക്തമായ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുമ്പോ പ്രവാചകൻ ശരിക്ക് ചെയ്ത ദൗത്യം എന്താ? എല്ലാ മുസ്ലിങ്ങളും ഇത് ആരോടും നിങ്ങൾ മനസ്സ് പങ്കുവെക്കൊന്നും വേണ്ട. മുജാഹിദുകൾ പറഞ്ഞത് ശരിയാണെന്നൊന്നും നിങ്ങൾ ആരോടും പറയണ്ട. നിങ്ങൾക്കത് ബോധ്യപ്പെട്ട നിങ്ങളെ മനസ്സിലിട്ടിട്ട് സത്യതാണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ജീവിച്ചാൽ മതി. മെമ്പർഷിപ്പ് പോലും എടുക്കാൻ നിങ്ങളോട് ഞങ്ങൾ പറയില്ല, മറിച്ച് നമ്മളിതൊരു ഗൗരവമായിട്ട് ആലോചിക്കാൻ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നപ്പോ നബി അവിടെ ജനങ്ങൾക്ക് ബുർദ ഓതി കൊടുത്തതല്ല, അവരെ നന്നാക്കിയത് അങ്ങനെയല്ല. ബുർദ എന്ന് പറഞ്ഞാൽ ബുർദ പിന്നെ ഉണ്ടായതാണ്. അപ്പൊ നബി അന്ന് ഓതുവോ എന്ന് നിങ്ങൾ ചോദിക്കും. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഏതെങ്കിലും ഒരു കവിയുടെ കാവ്യവുമായി നടക്കില്ല റസൂൽ മുസ്ലിം സമുദായത്തിൽ. ഉമർ ഖൈസ് ഒരുപാട് കവികൾ ഉണ്ടായിരുന്നില്ല ആ കാലത്ത്. പക്ഷെ അവരാരുടെയും മഹത്വത്തിന്റെയോ മാനദണ്ഡത്തിന്റെയോ കവിതകളുമായി നടക്കില്ല. മാത്രമല്ല റസൂലുള്ളാഹിനെ വിമർശിക്കാൻ നബി ഒരു കവിയല്ല, നബി ഒരു കവിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പരിചയപ്പെടുത്താൻ അള്ളാഹുവിന്റെ എല്ലാവരും അംഗീകരിച്ച ഒരു പോയിന്റ് ആണല്ലോ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും ഒരു മുസ്ലിം അല്ലല്ലോ, ഈശ്വര വിശ്വാസി പോലും ആയിരുന്നില്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. യഥാർത്ഥത്തിൽ അതാണ്, സൂക്ഷ്മ പരിശോധിച്ചാൽ കാണാം, ഈശ്വര വിശ്വാസി പോലും ആയിരുന്നില്ല. ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയാണ്, സൗദി അറേബ്യ ചരിത്രത്തിൽ ഒന്നും ആയിരുന്നില്ല. പിന്നെ എങ്ങനെ സൗദി അറേബ്യക്ക് മാറ്റം ഉണ്ടായത്? ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംസ്കാരമുള്ള ഒരു ജനതയാക്കി അള്ളാഹുവിന്റെ റസൂൽ അവരെ മാറ്റി എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയുടെ 1ാം വോള്യത്തിൽ 195 മുതൽ 206 വരെയുള്ള പേജുകളിൽ പറയാം. അതിന് അദ്ദേഹം പറഞ്ഞ 2 കാരണം. ഒന്ന്, വിശുദ്ധ ഖുർആൻ ശരിക്ക് പഠിപ്പിച്ചു കൊടുത്ത് അതിനനുസരിച്ച് മാതൃക കാണിച്ചിട്ടാണ് ആ ജനത മാറിയത്. ഇപ്പൊ ഖുർആനിലെ പല ആയത്തുകളിൽ നിങ്ങൾക്ക് കാണാം, വൈൻ കാനോ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. ഒന്ന് ആലോചിച്ചു നോക്ക് യുവാക്കളെ, ഈ മരവട്ടൻ ജംഗ്ഷനിലുള്ള മുജാഹിദുകളൊന്നും നിങ്ങൾ അംഗീകരിക്കണ്ട, പക്ഷേ അള്ളാന്റെ ഖുർആൻ ഒരു ചെവി കൊടുത്തൂടെ നമുക്ക്? നമ്മുടെ കയ്യിലുള്ള ഖുർആൻ നിങ്ങളുടെ കയ്യിലുള്ള, ഞങ്ങളുടെ കയ്യിലുള്ള ഖുർആൻ വേറെയാന്നൊക്കെ ദുർവ്യാഖ്യാനിക്കാറുണ്ട് ആളുകൾ. മുജാഹിദുകളുടെ കയ്യിലെ ഖുർആൻ വേറെയാണ്. പേരോട് ആ പൂനൂരിനടുത്ത് കോളിക്കൽ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ മുജാഹിദുകൾക്ക് ഒരു പള്ളി വരുന്നതിന് മുമ്പ് ആ പള്ളിയിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് വിലക്കി നടത്തിയ പ്രസംഗത്തിൽ അയാൾ പറഞ്ഞ കാര്യം, ഇവർക്ക് അല്ലല്ല, ഇവർക്ക് നബിയില്ല. എന്തിന്? ഇവരുടെ ഖുർആൻ പോലും നമ്മുടെ കയ്യിലുള്ള ഖുർആൻ അല്ല ജനങ്ങളെ. അങ്ങനെ വരെ പറഞ്ഞിട്ടുള്ള കൗമാണ് ഈ കൗം. നിങ്ങളുടെ കയ്യിലെ ഖുർആൻ ഞങ്ങളുടെ കയ്യിലെ വേണ്ട. ഇന്ന് സുന്നികൾ എന്ന് പറയുന്ന EKP സുന്നികൾ എന്ന് പറയുന്ന നിങ്ങളുടെ കയ്യിൽ ഒരു ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിൽ ഞാൻ അധ്യായ നമ്പറും വചന നമ്പറും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങളെ ഖുർആൻ എടുത്ത് വെച്ച് നോക്കിയിട്ടെങ്കിലും ഒന്ന് നന്നാകാൻ ശ്രമിച്ചു നോക്കി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തെന്നറിയോ? വൈൻ കാനോ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. വ്യക്തമായ വഴികേടിലായിരുന്നു ആ ജനത. ആ ജനത മിൻ ഖബ്ലു, ഇതിനു മുമ്പ്. ഏതിനു മുമ്പ്?
ഒരായത്തിന്റെ അവസാന ഭാഗം ഞാൻ ഓതിക്കേൾപ്പിച്ച്. എന്തിനാ അവസാന ഭാഗം ഓതിക്കേൾപ്പിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാകാനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് ആ ജനത വ്യക്തമായ വഴികേടിലായിരുന്നു. ഇതാരാ പറയുന്നത്? അല്ല പറയാം. അള്ളാന്റെ ഗ്രന്ഥത്തിൽ എവിടെ? 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാൻ 164-ാമത്തെ വചനം, 62-ാം അധ്യായം സൂറത്തു സഫ് 2-ാമത്തെ വചനം. തീർന്നില്ല. എങ്ങനെ ആ സമൂഹം നന്നാകണം അത് പറയണം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന പോലും എന്താണ്? റബ്ബന വബഅസ ഫീഹിം റസൂല. അല്ലാഹ് ഈ മക്കക്കാർക്ക് വേണ്ടി ഒരു നബിയെ നീ നിയോഗിച്ചു കൊടുക്കണം, ഈ നാട്ടുകാർക്ക് വേണ്ടി. ആ നബിയുടെ ദൗത്യം എന്തായിരിക്കണം? വയുസക്കീഹിം. ആ നബി അവരെ സംസ്കരിക്കണം. നോക്കേ, ആ നബി അവർക്ക് ഏറ്റവും നല്ല സംസ്കാരം ഉണ്ടാക്കി കൊടുക്കണം. ആ സംസ്കാരം അവർക്ക് എങ്ങനെ ഉണ്ടാവുക? അതിന് നബി ഉപയോഗിച്ച ആയുധം എന്താകണം? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. കണ്ടോ ആ ആയത്തിന്റെ ഒരു പൊരുൾ കണ്ടോ? എങ്ങനെയാ അവരെ നന്നായത്? നബി അവരെ ഏറ്റവും നല്ല മനുഷ്യന്മാരാക്കി എന്നുള്ളതില് മുസ്ലിങ്ങൾക്ക് ആർക്കും ഒരു അഭിപ്രായമില്ല. ആ മുസ്ലിങ്ങൾക്കും ഇല്ല. അത് നബീന്റെ വചനായിരുന്നു. ഖുർആൻ ദൈവികമല്ല, അത് പ്രവാചകന്റെ കഴിവാണ് എന്നേ നിരീശ്വരവാദികളും ഭൗതികവാദികളും ഇതര മതവിശ്വാസികളും ഒക്കെ വിശ്വസിക്കുന്ന കാര്യം. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണോ? അങ്ങനെയല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിയെടുത്തു കൊടുത്തു. നിരന്തരമായ ഖുർആനോത്ത്. അതാണ് നബി അങ്ങാടിയിലെ ജനങ്ങളെ എങ്ങനെ നന്നാക്കിയത്? യത്ലു അലൈഹിം ആയാതിഹി. അള്ളാന്റെ ആയത്തുകൾ അവർ ഓതി കേൾപ്പിച്ചു. അതെ, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു കൊടുത്തു. നിരന്തരമായ പഠിപ്പിക്കൽ. ഖുർആൻ ഓതി ഇങ്ങനെ കേൾപ്പിച്ചപ്പോ അവരെ കണ്ണു നിറഞ്ഞു. നിങ്ങൾക്കറിയാലോ, പല സ്വഹാബിമാരും കരഞ്ഞു. അബൂജഹൽ ഏറ്റവും വലിയ ശത്രുവായിരുന്നില്ലേ ഖുർആന്റെ? നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ. ഈ അബൂജഹൽ പോലും അബൂ സുഫിയാനോട് പറയാ, നമ്മൾ ഖുർആൻ കേൾക്കരുത്, നമ്മളായിട്ട് അനുയായികൾക്ക് ഒരു മാതൃക കാണിച്ചു കൊടുക്കരുത്. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കാം, മുഹമ്മദ് ഖുർആൻ ഓതുമ്പോ കേൾക്കൂല. സത്യത്തിൽ എന്താ ഉണ്ടായെന്നറിയോ? തീരുമാനം എടുത്തു എന്നല്ലാതെ അന്ന് രാത്രിയായപ്പോ അബൂജഹലിന്റെ കാലിങ്ങനെ തരിക്കുക. അതൊന്ന് കേൾക്കണം. എന്നിട്ട് അബൂജഹൽ ഈ ഇരുട്ടത്ത് ലോകത്താരും കാണാതെ മെല്ലെ മെല്ലെ റസൂലുള്ളാഹിന്റെ വീടിന്റെ അടുത്ത് പതുങ്ങി പിന്നിൽ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരുന്ന് പതുങ്ങി ചെന്നപ്പോ ഒറ്റ മുട്ടല്. നോക്കുമ്പോ അബൂ സുഫിയാൻ രണ്ടാള് വെച്ചിരിക്കണ്. ഇങ്ങനെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ അബൂജഹലും രണ്ടാം ശത്രുവായ അബൂ സുഫിയാനും പിന്നെ റളിയല്ലാഹു അൻഹു, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവാണ്. നമുക്കറിയാലോ, ഇവർ രണ്ടുപേരും പലതവണ തീരുമാനിക്കുകയാണ്, എന്നാ ഇനി നാളെ എന്തായാലും കേൾക്കരുത്. എന്നിട്ടും കേൾക്കുകയാണ്. ഇപ്പൊ മുജാഹിദുകളുടെ പ്രസംഗം ഒരു നാട്ടിൽ നടക്കുകയാണ്. ഉസ്താദുമാർക്ക് അപ്പം വയറ്റുന്നു. അപ്പൊ എന്താ വേറൊന്നുമില്ല, ഒരു പ്രസംഗം ഒരാട് നടത്തിയണ്ടല്ലോ, ഉസ്താദിന് പിന്നെ നിക്കക്കള്ളി ഉണ്ടാവില്ല. അതെന്തുകൊണ്ട്? ഞങ്ങളുടെ കയ്യിലെ 2 ആയുധങ്ങൾ വല്ലാതെ പേടിക്കുന്നു, ഭയങ്കരമായി പേടിക്കുന്നു. ആയത്ത് നമ്പറും വചന നമ്പറും ഒക്കെ പറയുന്നതിൽ നിങ്ങൾ പേടിക്കുക. മുജാഹിദുകൾ കാരണം അറിയോ? എന്നോടിപ്പോ ഒരുപാട് ആളുകൾ പറയാറുണ്ട്. ഇപ്പൊ സൗദിയിൽ നീ അടുത്ത് വിളിച്ചിട്ട് AP സുന്നിയായിരുന്ന ഒരാള് മുജാഹിദായിട്ട് അയാൾ പറയാണ്, ബാലുശ്ശേരി ഒരിക്കലും നിങ്ങൾ ഖുർആൻ ആയത്ത് പറയുന്നതും അധ്യായ നമ്പർ പറയുന്നതും മരിക്കണ വരെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. ആ നമ്പർ പറച്ചിലാണ് എനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കിട്ടി, എനിക്ക് ഹിദായത്ത് കിട്ടി. അല്ലെ ഞാൻ ശിർക്കിലായി മരിച്ചു പോയിരുന്നു. കാരണം നിങ്ങൾ എന്നെ പറയുന്നുണ്ട് ഓതുന്ന ആയത്ത് സുന്നി പരിഭാഷ നോക്കിക്കോളി, ഞങ്ങളത് നോക്കണ്ട നിങ്ങൾ പറഞ്ഞല്ലോ. അങ്ങനെ നോക്കിയിട്ട് ഞാൻ മുജാഹിദായതാണ്. സുന്നി പരിഭാഷയെ ഞാൻ നോക്കല്, അധ്യായ നമ്പറും നിങ്ങളിത് നോക്കും.